ഹായ് ഫ്രണ്ട്സ്, ജി ബി വിഷന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന രോഗങ്ങളെ സംബന്ധിച്ച പാഠഭാഗത്തിന്റെ 4ാമത്തെ പാഠത്തിന്റെ അകറ്റി നിർത്താം രോഗങ്ങളെ, കീപ്പിംഗ് ഡിസീസസ് അവേ എന്ന ചാപ്റ്ററിന്റെ 4ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായി നമ്മൾ വൈറസ്, ബാക്ടീരിയ, ഫംഗസ്, പ്രോട്ടോസോവ എന്നീ രോഗാണുക്കളിലൂടെ പാത്തോജൻസിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളും അതോടൊപ്പം തന്നെ പാത്തോജൻസ് അല്ലാതെ ഉണ്ടാകുന്ന രോഗങ്ങളുടെ ഒരു കാറ്റഗറിയും തുടങ്ങി വെക്കേണ്ടായി. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം പറഞ്ഞതിന്റെ തുടർച്ചയാണ്, അതായത് ഡിസീസസ് വിതൗട്ട് മൈക്രോബ്സ്, പാത്തോജൻസ്, രോഗാണുക്കളിലൂടെ അല്ലാതെ ഉണ്ടാകുന്ന രോഗങ്ങളിൽ 3ാമത്തെയും 4ാമത്തെയും കാറ്റഗറിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നമ്മളൊന്ന് പറഞ്ഞിരുന്നതൊക്കെയായിരുന്നു, ഒന്ന് രോഗാണുക്കളിലൂടെ അല്ലാതെ ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമായി പറഞ്ഞത് ഒന്ന് ഡെഫിഷ്യൻസി ഡിസീസസ് ആയിരുന്നു, അതായത് അപര്യാപ്തത, പോഷക ദൗർലഭ്യം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ. മറ്റൊന്ന് ഒക്യുപേഷണൽ ഡിസീസസ് അല്ലെങ്കിൽ തൊഴിൽജന്യ രോഗങ്ങൾ. ഈ 2 കാറ്റഗറിയാണ് നമ്മൾ പരിചയപ്പെട്ടിരുന്നത്. ഇവിടെ നമ്മൾ ഈ 4ാമത്തെ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് ആ രോഗാണുക്കളിലൂടെ അല്ലാതെ ഉണ്ടാകുന്ന രോഗങ്ങളുടെ മറ്റൊരു കാറ്റഗറിയാണ് ജനറ്റിക് ഡിസീസസ്, ജനിതക രോഗങ്ങൾ. ആ കാറ്റഗറിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ആദ്യത്തെ ഭാഗം. ജനിതക രോഗങ്ങൾ നമുക്ക് ആദ്യം പറയുന്നത് ഹീമോഫീലിയ. ജനിതക രോഗങ്ങൾക്ക് ഫസ്റ്റ് എക്സാമ്പിൾ ആണ് ഹീമോഫീലിയ. പരിചയം ഉണ്ടായിരിക്കും. ബ്ലഡ് ക്ലോട്ട് ആവാത്ത അവസ്ഥ, രക്തം കട്ട പിടിക്കാത്ത അവസ്ഥ. ഒരു മുറിവ് സംഭവിച്ചാൽ നമ്മുടെയൊക്കെ ഒരു ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിന് എന്താ സംഭവിക്കുന്നത്? ആ മുറിവിലൂടെയുള്ള രക്തപ്രവാഹം അല്പസമയം കഴിയുമ്പോൾ നിൽക്കും, അവിടെ കട്ട പിടിക്കുകയും രക്തപ്രവാഹം തടസ്സപ്പെടുകയും ചെയ്യും. ഇതാണ് നോർമൽ പ്രോസസ്. പക്ഷേ ഒരു ഹീമോഫീലിയ പേഷ്യന്റിൽ ഈ ക്ലോട്ടിംഗ് പ്രോസസ്സ് വളരെ സാവധാനത്തിൽ മാത്രമേ നടക്കുന്നുള്ളൂ, അല്ലെങ്കിൽ നടക്കുന്നില്ല, വളരെ വൈകിപ്പോ. അപ്പൊ സ്വാഭാവികമായും ക്ലോട്ടിംഗ് എത്രത്തോളം വൈകുന്നുവോ അത്രത്തോളം എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ രക്തം നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അതാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. ഹീമോഫീലിയക്ക് കാരണം ഇപ്പൊ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന നിരവധി പ്രോട്ടീനുകളിൽ നമ്മളെ ബ്ലഡ് പ്ലാസ്മയിൽ കാണപ്പെടുന്ന പ്രോട്ടീനുകൾ, ആ പ്രോട്ടീനുകളുടെ ഉൽപാദനം കുറയുന്നതാണ്, ശരിയായ രീതിയിൽ നടക്കാതിരിക്കുന്നതാണ് ഹീമോഫീലിയയുടെ അടിസ്ഥാന കാരണം. നടക്കാതിരിക്കാനുള്ള കാരണം ചില ജീനുകൾക്കുണ്ടാകുന്ന തകരാറ്, certain defects of certain genes which control the production of protein of blood clotting. ബ്ലഡ് ക്ലോട്ടിങ്ങുമായി ബന്ധപ്പെട്ട പ്രോട്ടീനിന്റെ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്ന ജീനിന്റെ ഡിസേബിലിറ്റിയാണ് ഹീമോഫീലിയയുടെ ഫണ്ടമെന്റൽ റീസൺ എന്ന് പറയുന്നത്. എന്ത് സംഭവിക്കുന്നുണ്ട്? ആ പ്രോട്ടീൻ, ബ്ലഡ് ക്ലോട്ടിങ്ങിന് കാരണമായ പ്രോട്ടീനിന്റെ പ്രൊഡക്ഷനെ റെഗുലേറ്റ് ചെയ്യുന്ന ചില ജീനുകളുണ്ട്. ആ ജീനുകൾക്ക് എന്തോ തകരാറ് സംഭവിക്കുകയും തൽഫലമായി പ്രോട്ടീൻ കുറയുകയും, പ്രോട്ടീൻ കുറയുമ്പോൾ ബ്ലഡ് ക്ലോട്ടിങ്ങുമായി ബന്ധപ്പെട്ട പ്രോസസ്സ് തടസ്സപ്പെടുകയും അതുവഴി രക്തം കട്ടപിടിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഹീമോഫീലിയ. വ്യക്തമായ ട്രീറ്റ്മെന്റ് ഇല്ലാത്ത ഡിസീസാണ്, ടോട്ടലി ക്യൂറബിൾ അല്ല. നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഏത് പ്രോട്ടീനിന്റെ അളവാണോ കുറഞ്ഞു പോയത് ആ പ്രോട്ടീൻ മരുന്ന് വഴി കൊടുക്കുക ചെയ്യും. ഇത് താൽക്കാലികമായ ട്രീറ്റ്മെന്റ് മാത്രമാണ്, ക്യൂർ ചെയ്യാൻ വേണ്ടിയല്ല. താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി, ബ്ലഡ് ക്ലോട്ടിംഗ് നടക്കാൻ വേണ്ടി ഏത് പ്രോട്ടീനിന്റെ അളവാണ് കുറഞ്ഞത് എന്ന് മനസ്സിലാക്കി ആ പ്രോട്ടീൻ തന്നെ രോഗികൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും പരിഹാരം കണ്ടെത്തുന്നതിനും ഒക്കെ ആയിട്ട് ലോകത്തെമ്പാടും ഈ ഹീമോഫീലിയ പേഷ്യൻസിന്റെ ഒരു കൂട്ടായ്മയൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ. 2 സിക്കിൾ സെൽ അനീമിയ. ജനറ്റിക് ഡിസീസസിൽ 2ാമത്തെ ഡിസീസാണ് സിക്കിൾ സെൽ അനീമിയ. അരിവാൾ രോഗം എന്ന് മലയാളത്തിൽ പറയും, അരിവാൾ രോഗം. ഇവിടെ RBC, ചുവന്ന രക്താണുക്കൾ അരിവാൾ പോലെ വളഞ്ഞ് പോകുന്ന അവസ്ഥയാണ് സിക്കിൾ സെൽ. ചുവന്ന രക്താണുവിന്റെ ആക്ച്വൽ ഷേപ്പ് എന്ന് പറയുന്നത് റൗണ്ട് ആൻഡ് ബൈക്കോൺകേവ്. നമ്മള് ഏറെക്കുറെ ഡിസ്കസ്ട്രോയിഡ് ഡിസ്ക് ഉണ്ട്, ആ ഡിസ്കിന്റെ സെന്റർ പോർഷൻ മുകളിലും താഴെയും അല്പം ഉള്ളോട്ട് കുഴിഞ്ഞ രീതി, അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ RBCയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആ സ്ട്രക്ചർ ബ്ലഡിലൂടെ സ്മൂത്ത് ആയിട്ട് ഒഴുകി പോകാൻ അതിനെ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആ സ്ട്രക്ചർ എന്താണ് സിക്കിൾ ഷേപ്ഡ് ആയി മാറും, അരിവാള് പോലെ വളഞ്ഞു പോകുക. അതാണ് സിക്കിൾ സെൽ അനീമിയ. വാട്ട് ഈസ് ദ റീസൺ? എന്തുകൊണ്ട് അങ്ങനെ വളഞ്ഞു പോകും നോക്കൂ. ചുവന്ന രക്താണുക്കളിൽ
ഹീമോഗ്ലോബിൻ എന്നൊരു പ്രോട്ടീൻ അതിന് നിറം നൽകുകയും ചുവന്ന രക്താണുക്കൾക്ക് ചുവന്ന രക്താണുക്കളുടെ യഥാർത്ഥ ഫംഗ്ഷൻ എന്താണ്? 9ാം ക്ലാസ് പഠിച്ചു. എന്താണത്? ഓക്സിജനെ ക്യാരി ചെയ്യുക എന്നാണ്. ഓക്സിജനെ വിവിധ കലകളിലേക്ക് എത്തിക്കാൻ സഹായിക്കുക. Hb+O2 gives HbO2 എന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവും. അപ്പോൾ ചുവന്ന രക്താണുക്കളിൽ അടങ്ങിയിട്ടുള്ള ഹീമോഗ്ലോബിൻ എന്ന മാംസ്യം ഓക്സിജനുമായി കൂടി ചേർന്ന് നേരെ കലകളിലെത്തി ഡിസോസിയേഷൻ സംഭവിച്ചു ഓക്സിജനെ കലകൾക്ക് വിട്ടുകൊടുക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇതാണ് ഹീമോഗ്ലോബിന്റെ ധർമ്മം. അപ്പോൾ ഹീമോഗ്ലോബിൻ ഒരു പ്രോട്ടീനാണ്. ആ പ്രോട്ടീനിന്റെ നിർമ്മാണ ഘടകം, എല്ലാ പ്രോട്ടീനുകളുടെയും അടിസ്ഥാന നിർമ്മാണ ഘടകം എന്ന് പറയുന്നത് അമിനോ ആസിഡ്സ് ആണ്. ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ഓൾ പ്രോട്ടീൻസ് അമിനോ ആസിഡ് ആണ് പറയുന്നത്. ഈ അമിനോ എല്ലാ പ്രോട്ടീനും നിർമ്മിച്ചിരിക്കുന്നത് ഒരേ അമിനോ ആസിഡ് ഉപയോഗിച്ചുകൊണ്ടാണ്. എല്ലാവരുടെയും ബോഡിക്കകത്ത് ഒരേ അമിനോ ആസിഡേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഒന്നും പ്രോട്ടീനുകൾ ഒരുപോലെയല്ല, വ്യത്യസ്തങ്ങളായ പ്രോട്ടീനുകൾ. എന്തുകൊണ്ട്? ഒരേ അമിനോ ആസിഡ് ഉപയോഗിച്ചുണ്ടാക്കുന്ന പ്രോട്ടീനുകൾ വ്യത്യസ്തമാവുന്നു. അറേഞ്ച്മെന്റ് ഓഫ് അമിനോ ആസിഡ് അത് ഓരോ പ്രോട്ടീനിലും വ്യത്യസ്തമായ രീതിയിലാണ്. ഒരു പ്രോട്ടീനിൽ ഏത് രീതിയിലായിരിക്കും അമിനോ ആസിഡ് ക്രമീകരിക്കപ്പെടേണ്ടത്, അറേഞ്ച് ചെയ്യപ്പെടേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ജീനാണ്, പർട്ടിക്കുലർ ജീനാണ്. ഇവിടെ ഹീമോഗ്ലോബിന്റെ കേസിൽ അതെ, ഹീമോഗ്ലോബിനിൽ അമിനോ ആസിഡുകൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യപ്പെടേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ജീനുണ്ട്. ഡിസേബിലിറ്റി ഓഫ് ദാറ്റ് ജീൻ, ഇനേബിലിറ്റി ഓഫ് ദാറ്റ് ജീൻ, ആ ജീനിനുണ്ടാകുന്ന തകരാറ് മൂലം ഹീമോഗ്ലോബിൻ തന്മാത്രയിലെ അമിനോ ആസിഡിന്റെ അറേഞ്ച്മെന്റ് മാറുന്നു. അങ്ങനെ മാറുന്നത് മൂലം ഹീമോഗ്ലോബിന് ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറയും. ഓക്സിജനുമായി കൂടി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ആവാനുള്ള കപ്പാസിറ്റി കുറയുന്നു. ഹീമോഗ്ലോബിന് ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറഞ്ഞാൽ RBCയിലെ ഓക്സിജൻ കണ്ടന്റ് കുറയും. അങ്ങനെ RBCയിലെ ഓക്സിജൻ കണ്ടന്റ് കുറയുന്നതാണ് RBC സിക്കിൾ ഷേപ്പ്ഡ് ആയി മാറാനുള്ള കാരണം, അരിവാള് പോലെ വളഞ്ഞു പോകാനുള്ള കാരണം. And this condition is called sickle cell anemia. Due to the disability of certain gene which controls the arrangement of amino acid of hemoglobin. ഹീമോഗ്ലോബിൻ തന്മാത്രയിലെ അമിനോ ആസിഡിന്റെ ക്രമീകരണത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾക്കുണ്ടാകുന്ന തകരാറ് മൂലം ഹീമോഗ്ലോബിന്റെ സ്ട്രക്ചർ മാറുകയും അതിന് ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്നു. തത്ഫലമായി RBCയിലെ ഓക്സിജൻ കണ്ടന്റ് കുറയുകയും അത് അരിവാള് പോലെ വളയുകയും ചെയ്യുന്ന അവസ്ഥയാണ് സിക്കിൾ സെൽ അനീമിയ. അപ്പൊ നമ്മൾ പറഞ്ഞു റൗണ്ട് ആൻഡ് ബൈകോൺകേവ് ഷേപ്പ്ഡ് ആയിട്ടുള്ള RBC സിക്കിൾ ഷേപ്പ്ഡ് ആയി മാറുമ്പോൾ അതിന്റെ ഏരിയ, സർഫസ് ഏരിയ കുറഞ്ഞല്ലോ. സർഫസ് ഏരിയ കുറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓക്സിജൻ ഉൾക്കൊള്ളുന്ന ഓക്സിജൻ അളവ് കുറയുന്നു. അപ്പൊ സ്വാഭാവികമായും വിവിധ കലകളിലേക്ക് കിട്ടേണ്ട ഓക്സിജന്റെ അളവ് കുറയും. മാത്രമല്ല സിക്കിൾ ഷേപ്പ്ഡ് ആയിട്ടുള്ള ഈ സെൽസ് RBCs നമ്മളെ ബ്ലഡ് സെൽസ് എവിടെയെങ്കിലുമൊക്കെ തങ്ങിക്കിടക്കും. മറ്റേ നേരത്തെ സ്മൂത്ത് ആയിട്ട് പോവായിരുന്നു, ഇത് കൊളത്തി കിടക്കുക എവിടെയെങ്കിലുമൊക്കെ. ഒന്ന് കൊളത്തിയാൽ അതിന്റെ പുറകെ മറ്റൊന്ന് എന്ന രീതിയിൽ സ്റ്റാഗ്നേഷൻ ഓഫ് RBCs ഇൻസൈഡ് ദ ബ്ലഡ് വെസൽസ്. നമ്മുടെ കാപ്പിലറീസിലും ധമനികളിലും സിരകളിലൊക്കെ ആയിട്ട് ഈ RBCസിന്റെ അക്യുമുലേഷൻ സംഭവിക്കുകയും ബ്ലഡ് ഫ്ലോ, സ്മൂത്ത് ഫ്ലോ ഓഫ് ദ ബ്ലഡ് തടസ്സപ്പെടുകയും ചെയ്യും. ആവശ്യമായ സമയങ്ങളിൽ ആവശ്യമായിടത്തേക്ക് ആവശ്യത്തിലുള്ള ഓക്സിജൻ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പിന്നീട് ഇടുക. കാരണം വെച്ചാൽ നമുക്ക് ഏത് പ്രവർത്തനത്തിനും, എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം ഊർജ്ജമാണ്, എനർജിയാണ്. എനർജി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഗ്ലൂക്കോസ് വേണം, ഓക്സിജൻ വേണം. ആ ഗ്ലൂക്കോസിന്റെയും ഓക്സിജന്റെയും ട്രാൻസ്പോർട്ടേഷൻ നടക്കേണ്ടത് ഈ പറഞ്ഞ ബ്ലഡിലൂടെയാണ്. ബ്ലഡിന്റെ ഫ്ലോ തടസ്സപ്പെട്ടാൽ സ്വാഭാവികമായും ഈ എനർജി പ്രൊഡക്ഷൻ തടസ്സപ്പെടുകയും അതുവഴി നമ്മുടെ ഇന്റേണൽ ആക്ടിവിറ്റീസ് തകരാറിലാവുകയും ചെയ്യുന്നു. ഇതും ഒരു ജനറ്റിക് ഡിസീസ് ആയതുകൊണ്ട് ഒരു കംപ്ലീറ്റ്ലി ക്യൂറിംഗ് മെത്തേഡ് നിലവിൽ ഇല്ല എന്ന് മനസ്സിലാക്കി വെക്കുക. പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത രോഗമാണ് സിക്കിൾ സെൽ അനീമിയ. ഇതാണ് രണ്ടാമത്തെ ജനിതക രോഗം. ഓക്കെ, ദെൻ 3 ക്യാൻസർ. ജനറ്റിക് ഡിസീസ് എന്ന കാറ്റഗറിയിലെ മൂന്നാമത്തെ ഡിസീസാണ് ക്യാൻസർ. ക്യാൻസർ നമുക്ക് ഒരുപാട് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താറുണ്ട്, പക്ഷെ അൾട്ടിമേറ്റ്ലി ക്യാൻസർ ഒരു ജനറ്റിക് ഡിസീസാണ്. കാരണം എന്താ വെച്ചാൽ ക്യാൻസർ എന്ന് പറയുന്നത് സെൽസിന്റെ അൺകൺട്രോൾഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ചില ശരീരകലകൾ അൺകൺട്രോൾഡ് ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ സംഭവിക്കുന്നതാണ് ക്യാൻസറിന്റെ കാരണം.
മൾട്ടിപ്ലിക്കേഷൻ ഒരു സെല്ലിന്റെ ഫണ്ടമെന്റൽ എബിലിറ്റിയാണ്. ലൈഫിന്റെ ഫണ്ടമെന്റൽ സിംറ്റമാണ് മൾട്ടിപ്ലിക്കേഷൻ, വളർച്ച. ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി അണ്ടർ കൺട്രോൾ, പൂർണ്ണമായും കൺട്രോളിലാണ്. പക്ഷെ ആ കൺട്രോൾ വിട്ടുപോയാൽ, മൾട്ടിപ്ലിക്കേഷന്റെ കൺട്രോൾ വിട്ടുപോയാൽ സ്വാഭാവികമായും സെൽസ് അന്യൂമറസ് ആയിട്ട് അൺവാണ്ടഡ് ആയിട്ട് വളരും, എണ്ണത്തിൽ കൂടും. അങ്ങനെ എണ്ണത്തിൽ കൂടുന്ന അവസ്ഥയാണ് നമ്മൾ ക്യാൻസർ. നമ്മളിപ്പോൾ ഈ ന്യൂക്ലിയർ റിയാക്ടർ ആറ്റം ബോംബ് പറഞ്ഞ പോലെ, ന്യൂക്ലിയർ റിയാക്ടറും ആറ്റം ബോംബിലും ഏതാണ്ട് ഒരേ തത്വമാണ്. ന്യൂക്ലിയർ റിയാക്ടറിനകത്ത് ആ തത്വ സെൽ ഡിവിഷൻ, ന്യൂക്ലിയർ ഡിവിഷൻ വളരെ കൺട്രോൾഡ് ആണ്, മറ്റേ കൺട്രോൾഡ് അല്ല. അപ്പൊ കൺട്രോൾഡ് അല്ലാതായാൽ ആറ്റം ബോംബ് കുട്ടികൾ ഉണ്ടാകുന്ന ദോഷങ്ങൾ. അതേ പരുവത്തിലാണ് ക്യാൻസറിനെയും സംഭവിക്കുന്നത്. കൺട്രോൾഡ് അത് ഫിസിക്കൽ ഗ്രോത്തിന് സഹായിക്കുന്നുണ്ട്. അൺകൺട്രോൾഡ് ആണെങ്കിൽ അതിന് കാരണമാകുന്നു, ക്യാൻസർ ആയിട്ട് മാറാൻ കാരണമാവുകയും ചെയ്യുന്നു. അവർ പർട്ടിക്കുലർ പോർഷനിലെ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് സെൽസ്, നോർമൽ സെൽ ആയിരുന്നു അത്, നോർമൽ സെൽസ് എങ്ങനെയൊക്കെയോ അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ കൺട്രോൾ നഷ്ടമാവുകയും അമിതമായി വളരുകയും മൾട്ടിപ്ലിക്കേഷൻ നടത്തുകയും ചെയ്യുന്ന കണ്ടീഷനാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാൻസറിന്റെ റീസൺസ് പ്രധാനമായിട്ടും പറയുന്ന ഒന്ന് ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ആണ്, പാരമ്പര്യമായ ഘടകങ്ങളാവാം. മറ്റൊന്ന് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, പാരിസ്ഥിതികമായ ഘടകങ്ങൾ. അതുകൊണ്ട് നമ്മൾ ഈ വലിയ ഫാക്ടറികൾക്കെതിരെയൊക്കെ ക്യാൻസറുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരങ്ങൾ നടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഫാക്ടറികളിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന പുകയും പുറത്തേക്ക് തന്ന ജലവും ഉപയോഗിക്കുന്നതിലൂടെ, ഉള്ളിലെത്തുന്നതിലൂടെ നോർമൽ സെൽസ് ക്യാൻസർ സെൽസ് ആയിട്ട് മാറാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. റേഡിയേഷൻസ് അതുകൊണ്ട് നമ്മൾ ഈ എക്സ്റേ ഒക്കെ എടുക്കുന്ന റൂമിന് പുറത്ത് നിൽക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണമാണ് ഹൈ റേഡിയേഷനാണ്. ആ റേഡിയേഷൻ നമ്മുടെ സെല്ലിലൂടെ കടന്നു പോയാൽ ഈ പറഞ്ഞ പോലെ ഈ ജീനിന് രൂപമാറ്റം സംഭവിക്കുകയും സാധാരണ സെൽസ് ക്യാൻസർ സെൽസ് ആയിട്ട് മാറാൻ കാരണമാവുകയും ചെയ്യും. സ്മോക്കിങ്ങിൽ അടങ്ങിയിട്ടുള്ള, നമ്മൾ ലാസ്റ്റിലേക്ക് പറയുന്നുണ്ട്, സ്മോക്കിങ്ങിൽ അടങ്ങിയിട്ടുള്ള ചില കെമിക്കൽസ് സ്വാഭാവികമായും ക്യാൻസർ ഉണ്ടാക്കുന്നതിന് പോസിബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ കാരണമാകുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് ചില മൈക്രോബ്സ് ഏതാണ്ട് ഇതൊക്കെയാണ് ക്യാൻസർ ഉണ്ടാക്കാൻ കാരണമാകുന്നത്. ഇപ്പൊ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആവാം, ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ആവാം, സ്മോക്കിംഗ് ആവാം, റേഡിയേഷൻസ് ആവാം. ഇങ്ങനെയുള്ള കാരണങ്ങളാലാണ് സാധാരണഗതിയിൽ ക്യാൻസർ ഉണ്ടാകുന്നത്. ഇനി നമ്മൾ എന്തുകൊണ്ട് ഇതിനെ ജനറ്റിക് ഡിസീസ് എന്ന് പറയുന്നു നോക്കൂ. എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ഈ സെൽ ഡിവിഷനെ കൺട്രോൾ ചെയ്യുന്ന ജീനുണ്ട്. സെൽ ഡിവിഷൻ പൂർണ്ണമായും കൺട്രോൾഡ് ആണെന്ന് പറഞ്ഞുള്ളൂ. ആ കൺട്രോൾ ജീനിന്റെ കയ്യിലാണ്. അപ്പോൾ സ്മോക്കിംഗ് ആണെങ്കിലും ഹെറിഡിറ്ററി ഫാക്ടർ ആണെങ്കിലും എൻവയോൺമെന്റ് ഫാക്ടർ ആണെങ്കിലും റേഡിയേഷൻസ് ആണെങ്കിലും ഇവരൊക്കെ പ്രവർത്തിക്കുന്ന ഈ ജീനിലാണ്. ആ ജീനിന്റെ ആക്ച്വൽ ക്യാരക്ടർ മാറുന്നതിന്, അവിടെ മ്യൂട്ടേഷൻ സംഭവിക്കുക എന്ന് പറയും, മാറ്റം സംഭവിക്കുന്നതിന് ഈ ഘടകങ്ങൾ കാരണമാകുന്നു. ആ മാറ്റം ഈ സെൽ ഡിവിഷനെ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ജീനിന് നഷ്ടമാവാൻ കാരണമാകുന്നു. അങ്ങനെ നഷ്ടമാകുന്നതാണ് ആ സാധാരണ സെല്ല് തന്നെ ക്യാൻസർ സെല്ലായിട്ട് മാറാനുള്ള കാരണം. അപ്പൊ അൾട്ടിമേറ്റ്ലി ക്യാൻസർ ഒരു ജനറ്റിക് ഡിസീസായി മാറുന്നതിന്റെ കാരണം എന്താണ്? എന്ത് ഫാക്ടേഴ്സ് ആണെങ്കിലും ആ ഫാക്ടേഴ്സ് ഒക്കെയും ചെയ്യുന്നത് സെൽ ഡിവിഷനെ കൺട്രോൾ ചെയ്യുന്ന ജീനുകളിൽ മാറ്റം ഉണ്ടാകും. ആ മാറ്റം സെൽ ഡിവിഷന്റെ കൺട്രോൾ ജീനിൽ നഷ്ടമാകുന്നതിനും അതുവഴി സാധാരണ സെല്ല്, നോർമൽ സെല്ല് ക്യാൻസർ സെൽസ് ആയിട്ട് മാറുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. നിലവിൽ ക്യാൻസറിന് 3 ടൈപ്പ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ പറയാനുള്ളത്. ഒന്ന് റേഡിയേഷൻ, റേഡിയോതെറാപ്പി, റേഡിയോ ആക്റ്റീവ് കൊബാൾട്ട് പോലുള്ള റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എഫക്റ്റഡ് സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന പ്രോസസ്സ് റേഡിയോതെറാപ്പി. 2 കീമോതെറാപ്പി, ഹൈ കെമിക്കൽസ് പാസ് ചെയ്ത കെമിക്കൽസിന്റെ ശക്തിയിൽ കോശങ്ങളെ നശിപ്പിക്കുന്ന ക്യാൻസർ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന പ്രോസസ്സ്. ആൻഡ് ദ തേർഡ് വൺ സർജറി, ഓപ്പറേഷൻ, എഫക്റ്റഡ് പോർഷൻ ഒഴിവാക്കുക. കാരണം വെച്ചാൽ ഈ ക്യാൻസറിന്റെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ഒരു ഭാഗത്ത് നിന്നും അത് വളരെ പെട്ടെന്ന് ബ്ലഡിലൂടെയോ ലിംഫാറ്റിക് സിസ്റ്റത്തിലൂടെയോ മറ്റുള്ള ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യും. അങ്ങനെ പ്രശ്നമുണ്ട് ക്യാൻസർ. ഒരു ഭാഗത്ത് ക്യാൻസർ പ്രസന്റ് ആയി കഴിഞ്ഞാൽ അവിടെ നിന്ന് അത് അവിടെ കൊണ്ട് അവസാനിക്കുകയല്ല ചെയ്യും. അവിടെ നിന്ന് ആ ക്യാൻസർ സെൽസ് ഡിറ്റാച്ച് ചെയ്യപ്പെട്ട് ബ്ലഡിലൂടെയോ ലിംഫിലൂടെയോ ഫ്ലോ ചെയ്തത് മറ്റു ഭാഗങ്ങളിൽ അക്യുമുലേറ്റ് ചെയ്യപ്പെടുകയും അവിടെയും ക്യാൻസർ ഉണ്ടാവാൻ കാരണമാവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു പോസിബിലിറ്റി ഒഴിവാക്കാൻ വേണ്ടി എഫക്റ്റഡ് പോർഷൻ, ട്രീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ ആണെങ്കിൽ എഫക്റ്റഡ് പോർഷൻ സർജറി ചെയ്ത് ഒഴിവാക്കുകയും ചെയ്യാറുണ്ട്. ഇത്രയാണ് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ്. അപ്പോൾ ക്യാൻസർ വളരെ കൂടിയ അവസ്ഥയിലാകുമ്പോൾ പിന്നെ ട്രീറ്റ്മെന്റ് എഫക്റ്റീവ് അല്ലാത്തൊരവസ്ഥ വരാറുണ്ട്. അതുകൊണ്ട് ഏർലി ഡയഗ്നോസിസ് ഓഫ് ക്യാൻസർ ഇസ് ദ ബെസ്റ്റ് വേ ടു ട്രീറ്റ് ദ ക്യാൻസർ.
എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ലക്ഷണങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നുവോ അത്രയും നേരത്തെ ചികിത്സ ആരംഭിച്ചാൽ ടോട്ടലി ക്യൂറബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉള്ള ഒരു ഡിസീസായി ഇന്നത്തെ അവസ്ഥയിലേക്ക് ക്യാൻസർ മാറിയിട്ടുണ്ട്. ഡയഗ്നോസിസ് ഇസ് ദ മെയിൻ അതിനെ മാറ്റാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് ഡയഗ്നോസിസ് ആണ്. സിംറ്റംസിൽ നിന്ന് ഡയഗ്നോസിസ് ചെയ്ത് ക്യാൻസർ കണ്ടെത്തുക. ഇത്രയാണ് നമുക്ക് ജനറ്റിക് ഡിസീസ്. അപ്പോൾ ഇതൊരു ജനറ്റിക് ഡിസീസ് ആണെങ്കിലും ക്യാൻസർ ജനറ്റിക് ഡിസീസ് ആണെങ്കിലും ഒരു ഹെറിഡിറ്ററി ഡിസീസ് ആയിട്ട് നമ്മൾ സാധാരണ പരിഗണിക്കാറില്ല കേട്ടോ. ഒരു പാരമ്പര്യ രോഗമായിട്ട് പരിഗണിക്കാറില്ല. അച്ഛന് വന്നതുകൊണ്ട് മകനുണ്ടാവും എന്ന് പറയാറില്ല സാധനം. പക്ഷെ ജനറ്റിക്കലാണ് എന്ന് മാത്രമാണ്, ട്രാൻസ്ഫർ നടക്കുന്നില്ല. ഓക്കെ, ഇതാണ് ജനറ്റിക് ഡിസീസസ്. ഫോർത്ത് കാറ്റഗറി എന്തായിരുന്നു? ജീവിത ശൈലി രോഗങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. അവിടെ നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗങ്ങൾക്ക് വിധേയരാകുന്ന ആളുകൾ പൊതുവെ ഇന്ത്യക്കാരാണ് പറയാറ്. ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗങ്ങൾ വരുന്നത് നമ്മൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മറ്റുള്ള കാര്യങ്ങളിലൊന്നും നമുക്ക് വേണ്ടത്ര ഒരു അവബോധം ഉണ്ടാകുന്നില്ല എന്ന വലിയ പ്രശ്നമാണ്. നമ്മുടെ ആഹാര രീതിയൊക്കെ ഇപ്പോഴും നമുക്ക് അത്രയും മാച്ചായിട്ടുള്ള ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫുഡ് സ്റ്റൈൽ അല്ല, ഒരു ഹാബിറ്റ് അല്ല നമ്മൾ പിന്തുടരുന്നത് എന്ന് പൊതുവെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫുഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ സൊസൈറ്റിയിൽ കാണപ്പെടുന്നുണ്ട്. ഇതിൽ ചില ലൈഫ് സ്റ്റൈൽ ഡിസീസസ് നമുക്ക് പരിചയപ്പെടാം. അറിയുന്നതാണ് നമുക്ക് ഡയബറ്റീസ്, പ്രമേഹം. ഡയബറ്റീസിന്റെ കാരണം പറയുന്നത് എന്താണ്? രണ്ട് കാരണങ്ങൾ പറയാം. ഒന്ന്, ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കുറയുക, അല്ലെങ്കിൽ ഉള്ള ഇൻസുലിൻ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയാതെ വരിക. പാൻക്രിയാസിന്റെ ഡിസേബിലിറ്റി മൂലം ആവശ്യത്തിന് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാതെ വരികയോ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാതെ വരികയോ ചെയ്യുമ്പോഴാണ് ഗ്ലൂക്കോസിന്റെ അളവ് കൂടുകയും അത് ഡയബറ്റിക് മെലിറ്റസ് എന്ന പ്രമേഹമായി മാറാൻ കാരണമാവുകയും ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഈ മധുരമടങ്ങിയ പല പദാർത്ഥങ്ങൾ അമിതമായിട്ടുള്ള ഉപയോഗം ഇതിന്റെ ഒരു പോസിബിലിറ്റി വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നുണ്ട്. പഞ്ചസാരയുടെയും അതുപോലുള്ള മധുര പദാർത്ഥങ്ങളുടെയും അമിതമായ ഉപയോഗം, അരിഭക്ഷണത്തിന്റെ അമിതമായ ഉപയോഗം ഒക്കെ ഇതിന് കാരണമാകുന്നുണ്ട്. ഈ പറഞ്ഞ ഡിസീസിന് കാരണമാകുന്നുണ്ട്. ദെൻ സെക്കൻഡ് ആണ് ഫാറ്റി ലിവർ. വളരെ പ്രധാനപ്പെട്ട ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്, ഒരു ജീവിതശൈലി രോഗമാണ് ഫാറ്റി ലിവർ. നാം കഴിക്കുന്ന ആഹാരത്തിൽ അടങ്ങിയിട്ടുള്ള അമിതമായിട്ടുള്ള കൊഴുപ്പ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം ലിവറാണ്. ലിവറിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയും അത് ലിവർ ഫംഗ്ഷനിങ്ങിനെ സാവധാനം നെഗറ്റീവായി ബാധിക്കുകയും ചെയ്യുന്ന അസുഖമാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ലിവറിനകത്ത് കൊഴുപ്പിന്റെ കണ്ടന്റ് കൂടി വരുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ. ഇവിടെ നമ്മൾ കൊഴുപ്പടങ്ങിയ ആഹാര പദാർത്ഥങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗമാണ് ഇവിടെയും കാരണമായിട്ട് പറയുന്നത്. തേർഡ് വൺ, സ്ട്രോക്ക്, പക്ഷാഘാതം. സ്ട്രോക്ക് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം, രക്തക്കുഴൽ പൊട്ടുകയോ രക്തപ്രവാഹം തടസ്സപ്പെടുകയോ ചെയ്യുന്നതാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതത്തിന്റെ കാരണം. പൊട്ടാനുള്ള കാരണം നിങ്ങൾ അവിടെ പഠിച്ചാണ്. സെറിബ്രൽ ത്രോംബോസിസ്, സെറിബ്രൽ ഹെമറേജ് എന്നാണ് അതിന് പറയുന്ന പേര്. എന്നാൽ തലച്ചോറിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന രക്തക്കുഴലുകൾ പ്രഷർ അമിതമാവുകയും മർദ്ദം അധികമാവുകയും ആ അമിതമായ മർദ്ദം താങ്ങാൻ കഴിയാതെ ബ്ലഡ് വെസൽസ് ബ്രേക്ക് ചെയ്യും, പൊട്ടിപ്പോവുകയും ബ്ലഡ് പരന്നൊഴുകുകയും ചെയ്യും. പരന്നൊഴുകിയ ഭാഗത്തുള്ള സെൽസ് നശിപ്പിക്കപ്പെടുകയും നമ്മുടെ ചില ശരീരഭാഗങ്ങൾക്ക് തളർച്ച സംഭവിക്കുകയും ചെയ്യുന്ന കണ്ടീഷനാണ് സെറിബ്രൽ ഹെമറേജ്, പക്ഷാഘാതത്തിന്റെ ഒരു കാരണം. രണ്ട്, തലച്ചോറിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന ബ്ലഡ് വെസൽസിൽ എവിടെയെങ്കിലും ബ്ലഡ് ക്ലോട്ടിംഗ് സംഭവിക്കും, ക്ലോട്ട് ഉണ്ടാവും. സെറിബ്രൽ ത്രോംബോസിസ് എന്ന് പറയാം, ത്രോംബസ് എന്ന ക്ലോട്ട് ഉണ്ടാകാൻ കാരണം. അങ്ങനെ ക്ലോട്ട് ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായും അങ്ങോട്ടുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുകയും അതുവഴി സെൽസ് ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയും അതും ശരീരഭാഗങ്ങൾ തളർന്നു പോകാൻ കാരണമാവുകയും ചെയ്യുന്നു. ഇതും പക്ഷാഘാതത്തിന്റെ കാരണമാണ്. സെറിബ്രൽ ഹെമറേജ് ആൻഡ് സെറിബ്രൽ ത്രോംബോസിസ്, രക്തക്കുഴൽ പൊട്ടുന്നതോ രക്തക്കുഴലുകളിൽ രക്തക്കട്ട രൂപം കൊള്ളുന്നതോ ആണ് പക്ഷാഘാതത്തിന്റെ കാരണം. രണ്ടിന്റെയും അടിസ്ഥാന കാരണം കൊഴുപ്പടങ്ങിയ ആഹാര പദാർത്ഥങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം. ഈ കൊഴുപ്പാണ് രക്തക്കുഴലിൽ അടിഞ്ഞു കൂടാൻ കാരണമാകുന്നത് എന്നാണ്. നെക്സ്റ്റ്, ഹാർട്ട് അറ്റാക്ക്, ഹൃദയാഘാതം. ഹൃദയാഘാതത്തിന്റെ കാരണം ഹൃദയപേശികളിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന കൊറോണറി ആർട്ടറി എന്ന് പറയും. ഹൃദയപേശികളിലേക്ക് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളിൽ രക്തക്കട്ട ഉണ്ടാവുക. അവിടെയും കൊഴുപ്പടങ്ങിയ ആഹാരം തന്നെയാണ് പ്രശ്നമായി മാറുന്നത്. അത് രക്തക്കുഴലുകളിൽ അധികമായ കൊഴുപ്പടിഞ്ഞു കൂടുകയും അതിന് ഉൾവ്യാസം കുറയുകയും അങ്ങനെ ചെറിയ രക്തക്കുഴലിലൂടെ രക്തം ഒഴുകാൻ ശ്രമിക്കുമ്പോൾ രക്തകോശങ്ങൾ അടിഞ്ഞുകൂടി രക്തക്കട്ട ഉണ്ടാവാൻ, ത്രോംബസ് എന്ന രക്തക്കട്ട ഉണ്ടാവാൻ കാരണമാവുകയും ഹൃദയപേശികളിലേക്ക് ആവശ്യമായ രക്തം എത്താതാവുകയും
ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങൾ തടസ്സപ്പെടുകയും ചെയ്യുന്നതാണ് ഹാർട്ട് അറ്റാക്ക്. കൊഴുപ്പടങ്ങിയ ആഹാര പദാർത്ഥങ്ങളുടെ അമിതമായ ഉപയോഗം മൂലം ഹൃദയപേശികളിലേക്കാണ്, ഹൃദയത്തിലേക്കില്ല, ഹൃദയപേശികളിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുകയും ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങൾ തടസ്സപ്പെടുകയും തൽഫലമായി മരണം സംഭവിക്കുകയും ചെയ്യും. ഇതാണ് ഹാർട്ട് അറ്റാക്ക്. ലാസ്റ്റ് വൺ, അമിത രക്തസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ. അമിത രക്തസമ്മർദ്ദത്തിന് കാരണമായി നമ്മൾ നേരത്തെ പറഞ്ഞ ഫാറ്റി ലിവർ ആണെങ്കിലും സ്ട്രോക്ക് ആണെങ്കിലും ഹാർട്ട് അറ്റാക്ക് ആണെങ്കിലും ഒക്കെ കാരണമാണ് അമിത രക്തസമ്മർദ്ദം. സംഭവിക്കുന്നത് നമ്മൾ അമിതമായി കൊഴുപ്പടങ്ങിയ ആഹാര പദാർത്ഥം കഴിക്കുമ്പോൾ അധികമുള്ള കൊഴുപ്പ്, കൊളസ്ട്രോള് നമ്മുടെ രക്തക്കുഴലുകളിൽ അടിഞ്ഞു ചേരുകയും അതിന്റെ ഇന്നർ ഡയാമീറ്റർ, ഉൾവ്യാസം കുറയുകയും ചെയ്യും. അങ്ങനെ ഉൾവ്യാസം കുറഞ്ഞ, അപ്പോൾ രക്തക്കുഴലിന്റെ ഉൾവട്ടം കുറയാണ്. ഉൾവട്ടം കുറഞ്ഞു എന്ന് കരുതി അതിലൂടെ പോവേണ്ട രക്തത്തിന്റെ അളവ് കുറയില്ല, അല്ലെ? നേരത്തെ എത്ര രക്തമാണോ അതിലൂടെ ഒഴുകിയിരുന്നത് അത്രയും രക്തം ഇപ്പോഴും ഒഴുകാൻ ശ്രമിക്കും. അവർ ചെറിയ രക്തക്കുഴലിലൂടെ വലിയ അളവ് രക്തം ഒഴുകാൻ ശ്രമിക്കുന്ന സമയത്ത് സ്വാഭാവികമായും പ്രഷർ ഇൻക്രീസ് ചെയ്യും. ബ്ലഡ് പ്രഷർ എന്താണ്? ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ബ്ലഡ് ഓൺ ദ വോൾ ഓഫ് ബ്ലഡ് വെസൽ ആണ്. രക്തക്കുഴലിന്റെ ഭിത്തിയിൽ ഏൽപ്പിക്കുന്ന മർദ്ദമാണ് ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം എന്ന് പറയും. അപ്പോൾ വലിയ രക്തക്കുഴലിലൂടെ സാധാരണ രക്തമാണ് ഒഴുകുന്നതെങ്കിൽ പ്രഷർ നോർമൽ ആയിരിക്കും. രക്തക്കുഴൽ ചുരുങ്ങുകയും നേരത്തെ പോയ അതേ അളവ് ബ്ലഡ് അതിലൂടെ പോകാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും പ്രഷർ ഇൻക്രീസ് ചെയ്യുകയും, അങ്ങനെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതാണ് ഹാർട്ട് അറ്റാക്കിനും സ്ട്രോക്കിനും ഒക്കെ കാരണമായി പറയുന്നത് എന്നാണ്. അപ്പോൾ ഇതിലൊക്കെ ഒരു അടിസ്ഥാനപരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട് പറയുന്നത് എന്താണ്? ഫാറ്റ് കണ്ടന്റഡ് ആയിട്ടുള്ള ഫുഡ് കുറയ്ക്കുക. അപ്പോൾ നമ്മൾ തെറ്റിദ്ധാരണ ഫാറ്റ് കണ്ടന്റായ ഫുഡ് കുറയ്ക്കുക എന്ന് പറയുമ്പോഴേക്കും കൊഴുപ്പടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ മാത്രമെന്ന് തെറ്റിദ്ധാരണ. പക്ഷേ അരിഭക്ഷണം അധികമായി കഴിക്കുന്നതും, നമ്മുടെ പ്രധാനപ്പെട്ട ഭക്ഷണമായ അരിഭക്ഷണം അമിതമായി കഴിക്കുന്നതും കൊഴുപ്പിന്റെ അളവ് കൂട്ടാൻ കാരണമാകുന്നുണ്ട്. ശരിക്കും കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ കാരണമാകുന്ന പ്രധാനപ്പെട്ട ഘടകം അരിഭക്ഷണമാണെന്നുണ്ട്. അരിഭക്ഷണത്തിന്റെയും അളവ് കൊഴുപ്പിറങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ കുറയ്ക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം ഈ അവസ്ഥകളിൽ വരാതിരിക്കാൻ വേണ്ടി കുറയ്ക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നെക്സ്റ്റ് കാറ്റഗറി ആയിട്ട് പറയുന്നത്? ഇനി ജീവിതശൈലി എന്ന് പറയുമ്പോൾ നമുക്ക് ഫുഡ് മാത്രമല്ല, നമ്മളെ ഹാബിറ്റ്, ശീലങ്ങൾ, പുകവലി, മദ്യപാനം, മയക്കുമരുന്നൊക്കെ അതുമായി ബന്ധപ്പെട്ടാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു ഹാബിറ്റാണ് പുകവലി, സ്മോക്കിംഗ്. നമ്മൾ സാധാരണഗതിയിൽ പുകവലി പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. അപ്പോൾ മയക്കുമരുന്നും മദ്യം, പുകവലി, ഇത് മൂന്നും വെച്ചിട്ട് ഏതാണ് പ്രധാനം, ഏതാണ് അപകടകാരി എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം മയക്കുമരുന്നും പിന്നീട് മദ്യപാനം, അവസാനമേ പുകവലി കൊടുക്കാറുള്ളൂ. പുകവലി ഏറെക്കുറെ നമ്മളെ അലോ ചെയ്തിരിക്കുന്ന ഒരു ബാഡ് ഹാബിറ്റാണ്, അല്ലേ? നമ്മളിപ്പോൾ ഒരാൾ റോഡ് സൈഡിൽ നിന്ന് മദ്യപിക്കുന്നു, കുറച്ചാൾ മദ്യപിക്കുകയാണ്. നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന വഴി പറമ്പിൽ നിന്ന് കുറച്ചാൾ മദ്യപിക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ അവരെ രൂക്ഷമായി നോക്കും. നിങ്ങൾ സ്കൂളിൽ പോയി ടീച്ചേഴ്സിനോട് പറയും, അല്ലെങ്കിൽ വീട്ടിലൊന്ന് പാരന്റ്സിനോട് പറയും, ഇങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി ആളുകൾ ഇരുന്ന് മദ്യപിക്കുന്നുണ്ട്, അല്ലെ? പറയില്ലേ? പറയും. എന്തുകൊണ്ടാണ്? മദ്യപാനം അപകടകരമാണ്. നിങ്ങൾ പോകുന്ന വഴി ആരെങ്കിലും കുറച്ച് മയക്കുമരുന്ന് പൊടിയെടുത്ത് കൈമലാക്കിയിട്ട് വലിച്ചു കയറ്റുകയോ സിറിഞ്ചുകൊണ്ട് കുത്തുകയോ ചെയ്താൽ നിങ്ങൾ ഇതേ റെസ്പോൺസിൽ നിങ്ങളുടെ അടുത്തുണ്ടാവുക ആണ്. എന്നാൽ നിങ്ങൾ പോകുന്ന വഴി എത്ര പേര് പുകവലിക്കുന്നുണ്ട്? നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ പോയി പറയാറുണ്ടോ? പാരന്റ്സിനോട് പറയാറുണ്ടോ? സ്കൂൾ ടീച്ചേഴ്സിനോട് പറയാറുണ്ടോ? നിങ്ങളുടെ കൂടെയുള്ള ആൾ വെച്ചാൽ പറയും, നാട്ടുകാർ വെച്ചാൽ പറയും. ഇല്ലേ? എന്തുകൊണ്ട്? കുഴപ്പമില്ല. പക്ഷെ എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മദ്യപാനവും മയക്കുമരുന്നും ഫിസിക്കലി അവരെ മാത്രമേ ബാധിക്കൂ. അവരുടെ കുടുംബത്തെ വേറെ രീതിയിൽ ബാധിക്കാറുണ്ട്. ഫിസിക്കലി അവരെ മാത്രമേ ബാധിക്കുള്ളൂ, അതിന്റെ എഫക്റ്റ് അവർക്ക് മാത്രം. പക്ഷെ പുകവലി അങ്ങനെയല്ല. പുകവലിക്കുന്ന ആളെ മാത്രമല്ല, അയാൾ വലിച്ച് പുറത്തേക്ക് വിടുന്ന പുക ഇൻഹേൽ ചെയ്യുന്നതിലൂടെ, പാസീവ് സ്മോക്കിങ്ങിലൂടെ നമുക്കും അവർക്കുണ്ടാകുന്ന അതേ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ പാസീവ് സ്മോക്കേഴ്സ് എന്നാ പറയാം. നേരെ സിഗരറ്റ് വലിച്ചോണമെന്നില്ല. അവർ വലിച്ചു പുറത്തേക്ക് വിടുന്ന പുക നമ്മൾ ശ്വസിച്ചാൽ നമ്മളും പുകവലിക്കാരനാണ്. നമ്മൾ ആക്റ്റീവായിട്ട് വലിക്കുന്നില്ല, നമ്മൾ അറിയാണ്ട് വലിച്ചു കയറ്റാണ്. അങ്ങനെ വലിച്ചു കയറ്റുമ്പോൾ അവർക്കുണ്ടാകുന്ന അതേ പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും. 3 രീതിയിലാണ് പ്രധാനമായും തലച്ചോറിനെ ബാധിക്കാൻ നിക്കോട്ടിൻ പുകവലിയോട് ഒരു വിധേയത്വം ഉണ്ടാക്കാൻ കാരണം. ടെക്സ്റ്റിനകത്ത് വ്യക്തമായിട്ട് 3 കാറ്റഗറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിക്കോട്ടിനോട് വിധേയത്വം ഉണ്ടാക്കാൻ കാരണമാകുന്നു. ഒരാൾക്ക് പുകവലിയോട് അമിതമായ താല്പര്യം ഉണ്ടാവാനുള്ള കാരണം അതിലടങ്ങിയിട്ടുള്ള നിക്കോട്ടിൻ എന്ന രാസപദാർത്ഥമാണ്. വലിക്കാൻ തോന്നാനുള്ള കാരണം. നിങ്ങൾ പുകവലി ഒഴിവാക്കാനുള്ള ഒരു മിഠായിയുടെ പരസ്യം കണ്ടോ? നിക്കോടെക്സ് ഏതാണ്ട് നിക്കോട്ടിനൊക്കെ അടങ്ങിയിട്ടുള്ള ചെറിയ തോതിൽ അടങ്ങിയിട്ടുള്ള സാധനം. അപ്പോൾ തൽക്കാലം പുകവലിയിൽ നിന്ന് തോന്നുമ്പോഴും അതിന്റെ ഫ്ലേവർ അല്പമുള്ള ഒരു പദാർത്ഥമാണ് നിക്കോടെക്സ് എന്ന് പറയുന്നത്. നിക്കോട്ടിൻ പുകയിലയിൽ അടങ്ങിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മാരകമായ, അതുകൊണ്ട് അഡിക്ഷൻ ഉണ്ടാക്കാൻ കാരണമാകുന്ന
പക്ഷാഘാതം ഉണ്ടാക്കാൻ കാരണമാകുന്ന തലച്ചോറിലേക്ക് രക്തക്കുഴലിൽ രക്തം തടസ്സം ഉണ്ടാകുന്നതിന്, രക്തക്കുഴൽ പൊട്ടുന്നതിന് അതുവഴി സ്ട്രോക്ക് ഉണ്ടാക്കാൻ കാരണമാവുകയും ചെയ്യും. തലച്ചോറിനെ ബാധിക്കും, ഹേർട്ടിനെ ബാധിക്കുന്നുണ്ട്, ശ്വാസകോശങ്ങളെ ബാധിക്കുന്നുണ്ട്, ലങ്സിനെ ബാധിച്ച് ലങ് ക്യാൻസർ ഉണ്ടാക്കാൻ കാരണമാകുന്നു. പുകവലിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ലങ് ക്യാൻസറും മൗത്ത് ക്യാൻസറും ഉണ്ടാവാനുള്ള പോസിബിലിറ്റി. തൊണ്ടയിലും വായിലും ശ്വാസകോശത്തിലും ക്യാൻസർ പുരുഷന്മാരിൽ വളരെ കൂടുതലാണ്. ഇതിന് കാരണം പ്രധാനമായും ഈ പറഞ്ഞ സ്മോക്കിംഗ് ആണ്. ക്യാൻസർ ഇപ്പം ഞാൻ നേരത്തെ നമ്മൾ ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞതിൽ നിന്ന് ക്യാൻസർ ഉണ്ടാകുന്നത് പുകവലി മാത്രമല്ല കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ക്യാൻസർ ദ പോസിബിലിറ്റി ഓഫ് സ്മോക്കിംഗ് ദ പോസിബിലിറ്റി ഓഫ് ക്യാൻസർ ഇൻക്രീസ് ചെയ്യാൻ കാരണമാകും. മറ്റുള്ള ഘടകങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒരുപോലെയാണ്. ഇതിന്റെ കൂടെ ഒരാൾ പുകവലിക്കൂടെ ചെയ്യുമ്പോഴാൾക്ക് അയാൾക്ക് ഇൻ അഡീഷൻ ടു ദാറ്റ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, പാരിസ്ഥിതിക ഘടകങ്ങളും റേഡിയേഷനും ഒക്കെ അതിന്റെ കൂടെ അയാൾ എന്തുകൂടെ അയാൾക്ക് അഡീഷണൽ ആയിട്ട് സ്മോക്കിങ്ങിലൂടെ കൂടെ ചില രാസപദാർത്ഥങ്ങൾ, കാർസിനോജൻസ് എന്നറിയപ്പെടുന്ന ചില കെമിക്കൽസ് ക്യാൻസറിന് കാരണമാകുന്നവ. 4000-ഓളം പോയിസണസ് ആയിട്ടുള്ള കെമിക്കൽസ് ആണ് പുകയിലയിൽ അടങ്ങിയിട്ടുള്ളത്. ഒരാൾ പുകവലിക്കുമ്പോൾ 4000-ഓളം വിഷമാണ് വലിച്ചു കയറ്റുന്നത്. ആ 4000-ഓളം എണ്ണത്തിൽ 60-ഓളം എണ്ണം കാർസിനോജൻസ് ആണ്, ക്യാൻസറസ് ആണ്, 60-ഓളം എണ്ണം. അപ്പൊ ഇദ്ദേഹം പുകവലിക്കാരൻ നേരിട്ട് അറിഞ്ഞുകൊണ്ട് ഇത് വലിക്കുക. അതുകൊണ്ട് തന്നെ പുകവലിക്കാരൻ സാധാരണ സൂയിസൈഡ് ചെയ്യുകയാണെന്ന് പറയും. അറിഞ്ഞുകൊണ്ട് 4000-ഓളം വിഷം അടിച്ചു കയറ്റിയല്ലേ, അപ്പോൾ അയാൾ സൂയിസൈഡ് ചെയ്യുകയാണ്. മറ്റൊന്നുകൂടെ പറയാണ്ട് അയാൾ ഒരു കൊലപാതകം നടത്തുന്നു. കാരണം അയാൾ വലിച്ചു വിടുന്ന പുക ശ്വസിക്കുന്നതിലൂടെ അയാൾക്കുണ്ടാകുന്ന അതേ പ്രശ്നങ്ങൾ മറ്റുള്ളവർക്കും ഉണ്ടാകാൻ കാരണമാകുന്നു. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ബ്രോങ്കൈറ്റിസ് ഇവർക്കുണ്ടാകുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട രോഗം എംഫിസിമ, ഇതൊക്കെ പുകവലിക്കാർക്ക് ശ്വാസകോശങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അതോടെ തന്നെ ഹേർട്ടിനെ ബാധിച്ചുകൊണ്ട് ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ കാരണമാകുന്നുണ്ട്. നമ്മുടെ ആർട്ടറീസിന്റെ ഇലാസ്റ്റിസിറ്റി കുറഞ്ഞു പോകാൻ കാരണമാകുന്നു. അതിന്റെ വോള് കുറച്ച് തിക്കായിട്ട് മാറും. ആർട്ടറീസിന് ഇലാസ്റ്റിസിറ്റി ഉള്ളതുകൊണ്ടാണത്. അതിന്റെ ബ്ലഡിന്റെ ഫ്ലോ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടില്ല. ബ്ലഡിന്റെ ഫ്ലോ എന്ന് പറയുമ്പോൾ ഒരു സിക്സാഗ് മോഡലല്ല, ഒരു വേവ് ഇങ്ങനെ ബ്ലഡ് വെസൽ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുകയും കോൺട്രാക്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടേയിരിക്കും, ഇങ്ങനെ പോകും. അപ്പൊ അതാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ആ ഇലാസ്റ്റിസിറ്റി, കപ്പാസിറ്റി ഓഫ് ഇലാസ്റ്റിസിറ്റി ഡിക്രീസ് ഇൻ സ്മോക്കേഴ്സ്. കാരണം അതിന്റെ ഈ പുകയിൽ അടങ്ങിയിട്ടുള്ള കെമിക്കൽസ് അവിടെ അടിഞ്ഞു കൂടുകയും അത് പിന്നെ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. ഹാർട്ടിന്റെ പ്രവർത്തനക്ഷമത കുറയും, പമ്പിംഗ് കപ്പാസിറ്റി കുറയുകയും വേണ്ട ഭാഗത്തേക്ക് വേണ്ട അളവിൽ ബ്ലഡ് എത്താതിരിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു. ഇത്രയൊക്കെ പറയുമ്പോൾ ഹാർട്ടിനെയും ബ്രെയിനിനെയും അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളെയൊക്കെ മാരകമായി ബാധിക്കുന്ന ഡിസീസാണ്, ഒരു ബാഡ് ഹാബിറ്റാണ് സ്മോക്കിംഗ് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് മറ്റുള്ള ഡ്രഗിനേക്കാളും ആൽക്കഹോളിനേക്കാളും നമ്മൾ കരുതിയിരിക്കേണ്ടത് സ്മോക്കിങ്ങിനെയാണ്. നമ്മുടെ പരിസരത്ത് എവിടെയെങ്കിലും നമ്മുടെ അടുത്തുനിന്ന് വെച്ച് ആരെങ്കിലും പുകവലിക്കുന്നുവെങ്കിൽ വീട്ടിലൊക്കെ പ്രത്യേകിച്ചും അവരോട് പുകവലിക്കരുത്, നിങ്ങൾക്കുണ്ടാകുന്ന അതേ പ്രശ്നങ്ങൾ പുകവലിക്കാതിരിക്കും ഉണ്ടാകും, ഞങ്ങൾക്കും ഉണ്ടാകും എന്ന് പറയാനുള്ള ആർജവം നമ്മൾ കാണിക്കണം. മാത്രമല്ല നിങ്ങളൊക്കെ ഇപ്പോൾ നല്ല പ്രായമാണ്, പുകവലിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ അത്ര സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോഴും ആദ്യ ചാൻസിൽ തന്നെ എനിക്ക് വേണ്ട, ആരെങ്കിലും ഇത് വെച്ച് നിർത്താൻ ഇഷ്ടംപോലെ ആളുകളുണ്ടാവും, തരാൻ ഇഷ്ടംപോലെ ആളുകളുണ്ടാവും, പ്രേരിപ്പിക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ടാവും. നിങ്ങളെ പിന്തിരിപ്പിക്കാൻ വളരെ കുറഞ്ഞ ആളുകൾ ഉണ്ടാവുള്ളൂ. നിങ്ങൾ വലിക്കരുത്, ചെയ്യരുത് എന്ന് പറയാൻ വളരെ കുറച്ച് ആളുകൾ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആ കെണി നമ്മൾ തിരിച്ചറിയുക. എന്നിട്ട് എനിക്ക് വേണ്ട എന്ന ആദ്യ ചാൻസിൽ തന്നെ നമ്മളിപ്പോൾ എന്താ കരുതുക, ഒരു ഒറ്റ വലിയല്ലേ, ഒരു സിഗരറ്റ് അല്ലേ, ഒരു ബീഡിയല്ലേ എന്ന് കരുതിയാൽ നമ്മൾ കാണേണ്ടത് ഇങ്ങനെ കരുതിയവർ തന്നെയാണ് ഇന്ന് പുകവലിയുടെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്നത്. അല്ലാതെ അവരൊന്നും തുടങ്ങിയപ്പോൾ തന്നെ 4 പാക്ക് ഒന്നിച്ച് വലിച്ച് കയറ്റിയ ആളുകളല്ല. ഒരു വലി അല്ലെ, കുറച്ച് കഴിഞ്ഞപ്പോൾ 2 വലി, ഒരു സിഗരറ്റ്, ഒരു ബീഡി, അങ്ങനെ തുടങ്ങി വന്ന ആളുകളാണ്. അതുകൊണ്ട് ആദ്യ ചാൻസ് ഈസ് ദ ലാസ്റ്റ് ചാൻസ്. അങ്ങനെയായിരിക്കും. എനിക്ക് വേണ്ട നോ എന്ന് പറയാനുള്ള കപ്പാസിറ്റി നിങ്ങൾ നേടിയെടുക്കണം. അത് സ്മോക്കിംഗ് ആണെങ്കിലും ആൽക്കഹോൾ ആണെങ്കിലും ഡ്രഗാണ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ പാരൻസ് ഒന്നും കാണാതെ തന്നെ നിങ്ങൾക്ക് ഇത്തരം കുരുത്തകളൊക്കെ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇന്നുണ്ട്. സ്കൂളിലാണെങ്കിൽ നിങ്ങളിപ്പോൾ സ്കൂളിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ സ്കൂളിൽ എത്തുന്നു എന്ന് വലിയ തെളിവൊന്നുമില്ല. വീട്ടിലത് മറ്റു പുറത്തേക്ക് പോകുന്ന സമയത്തൊക്കെ അങ്ങനെ തന്നെയാണ്. അത്തരം സമയങ്ങളൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാരെയോ നാട്ടുകാരെയോ കാണാതെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷെ അത്തരം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഓർക്കണം, എനിക്ക് തന്നെ പാര വെക്കുകയാണ് എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് അത്തരം ബാഡ് ഹാബിറ്റിനോട് നോ എന്ന് പറയാനുള്ള ഒരു മെന്റൽ കപ്പാസിറ്റി നിങ്ങൾ നേടിയെടുക്കണം. ഓക്കെ, അങ്ങനെ കൂടെ പറഞ്ഞെന്ന് മാത്രം. ഇത് ലാസ്റ്റ് നമ്മുടെ കേസാണ് അവസാനിക്കുക. ഹ്യൂമൻ ബീയിങ്സിന്റെ ഡിസീസസ് നമ്മൾ അവസാനിക്കുക. ഇനി നമ്മുടെ അടുത്ത കാറ്റഗറി ആനിമൽ ഡിസീസസ് ആണ്. അതർ ആനിമൽ ഡിസീസസ് എന്ന് പറയുന്നത് നമ്മളൊരു ജന്തുവാണല്ലോ.
നമ്മളാകുന്ന ജന്തുവിനെ കുറിച്ച് നമ്മൾ ഇതിനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മളല്ലാത്ത ജന്തുക്കളെ കുറിച്ചുള്ള ഒരു 2 എണ്ണമാണ് പറയുന്നത്. ഒന്ന് ആന്ത്രാക്സ്, അതർ ആനിമൽ ഡിസീസസിൽ ആന്ത്രാക്സ്, ബാസിലസ് ആന്ത്രാസിസ് എന്ന ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമാണ് ആന്ത്രാക്സ്. ആന്ത്രാക്സിന്റെ ടെക്സ്റ്റിനകത്ത് 2 കോളമായിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വായിച്ചാൽ. ആന്ത്രാക്സ് മുതലേ അഗഡ് വീക്ക്, ആന്ത്രാക്സ് ആൻഡ് സ്വെല്ലിംഗ് ഓഫ് അഡർ, ഇത് രണ്ടുമാണ് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗം. ആന്ത്രാക്സ് എന്ന് പറയുമ്പോൾ ബോഡിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വൂണ്ട് ഫോം ചെയ്യും, മുറിവുണ്ടാവും ചെയ്യും. അങ്ങനെ മുറിവ് ഇങ്ങനെ വ്രണമായിട്ട് ഇങ്ങനെ പ്രയാസപ്പെട്ടു പോകുന്ന അവസ്ഥ. സ്വെല്ലിംഗ് ഓഫ് അഡർ അഥവാ അകിഡ് വീക്ക് എന്ന് പറയുമ്പോൾ അകിഡ് പാല് നിറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകുമോ അതുപോലെ ഉണ്ടാവും അകിഡ്, പശുവിന്റെ അകിഡ്. പക്ഷെ അത് പാലല്ല, നീര് നിറയച്ചു. അപ്പൊ പാലുൽപാദനം കുറയുന്നതിന് കാരണമാകുന്നു. 2 കുളമ്പ് രോഗം, ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് എന്ന് പറയും. ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ്, കാലിന്റെ വിരലുകൾക്കിടയിലും വായിലൊക്കെ മുറിവുണ്ടാവുക. വായിലൊക്കെ ചെറിയ ചെറിയ ഉണലുണ്ടാവുക, പിന്നീട് മുറിവായിട്ട് മാറും. വായിൽ മുറിവുണ്ടായാൽ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വരികയും ശരിയായി ഭക്ഷണം കഴിക്കാൻ കഴിയാത്തതിന്റെ ഫലമായിട്ട് മിൽക്ക് പ്രൊഡക്ഷൻ കുറയുന്നതിന് കാരണമാവുകയും ചെയ്യും. ഇത് രണ്ടുമാണ് അതർ ആനിമൽ ഡിസീസസ്. ആന്ത്രാക്സ് ആൻഡ് സ്വെല്ലിംഗ് ഓഫ് അഡർ, അകിഡ് വീക്കമാണ് ബാക്ടീരിയൽ ഡിസീസസ്. കുളമ്പ് രോഗം അഥവാ ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് ആണ് വൈറൽ ഡിസീസ്. ഓക്കെ, ദെൻ പ്ലാന്റ് ഡിസീസ്, ലാസ്റ്റ് കാറ്റഗറി പ്ലാന്റ് ഡിസീസ്. ഇവിടെ അങ്ങനെ തന്നെ ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, ആ 3 കാറ്റഗറി കൊടുത്തിരിക്കുന്നു. ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഡിസീസസ് പറയുന്നത് പാഡി പ്ലാന്റിനുണ്ടാകുന്ന ബ്ലൈറ്റ് ഡിസീസ്, നെൽച്ചെടിക്കുണ്ടാകുന്ന ബ്ലൈറ്റ് ഡിസീസ് ആൻഡ് ബ്രിഞ്ചാളിന്റെ വാട്ടരോ, വഴുതനയുടെ വാട്ടരോ, വിൽറ്റ് ഡിസീസ്, brinjal, wilt disease of brinjal and blight disease of paddy. These are the bacterial diseases of plant. Viral disease പറയുന്നത് നമ്മൾ പീ പ്ലാന്റ്സിനെയും ടാപ്പിയോക്കയോ ഒക്കെ ബാധിക്കുന്ന മൊസൈക്ക് ഡിസീസ്. മൊസൈക്ക് പയറുവർഗ്ഗങ്ങളെയും മരച്ചീനിയും ഒക്കെ ബാധിക്കുന്ന മൊസൈക്ക്. ഇലകളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ധാരാളം നിറങ്ങൾ ഉണ്ടാകുന്ന ഒരു ഡിസീസാണ്. സാധാരണ ഇലകൾ പ്യൂർലി എന്തായിരിക്കണം, ഗ്രീനിഷ് ആയിരിക്കണമല്ലോ. അവിടെ ആ ഗ്രീനിന് പകരമായിട്ട് എന്ത് സംഭവിക്കുന്നു, ഇതിന്റെ മറ്റു പല നിറങ്ങൾ കൂടെ ഉണ്ടാകുന്നതിന് കാരണമാകുന്നതാണ്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായും അതിന്റെ പ്രൊഡക്ഷൻ കുറയാൻ കാരണമാകുന്ന ഡിസീസാണ് എന്ത്, മൊസൈക്ക് ഡിസീസ്. ഫംഗൽ ഡിസീസസ് 2 പറയുന്നത്. നമ്മൾ പറഞ്ഞു ക്വിക്ക് വിൽറ്റ് ഓഫ് പെപ്പർ, ദ്രുതവാട്ടം, കുരുമുളക് ചെടിയിലെ ദ്രുതവാട്ടം. കുരുമുളക് കൃഷിയെ വളരെ മാരകമായി ബാധിച്ച വയനാട് മേഖലയിലൊക്കെ കുരുമുളക് കൃഷിയുടെ അന്തകനായി മാറിയ ഒരു വളരെ